ശബരിമലയിലെ കൊടിമരം മാറ്റി സ്ഥാപിച്ചതിൽ ക്രമക്കേടില്ല എന്ന ദേവസ്വം ബോർഡ് മുൻ അംഗം അജയ് തറയിൽ മീഡിയ വണ്ണിനോട് സുതാര്യമായാണ് നടപടികൾ സ്വീകരിച്ചത്. ഏതന്വേഷണത്തെയും സ്വാഗതം ചെയ്തു. വാഹനം തന്ത്രിക്ക് അവകാശപ്പെട്ടതാണെന്ന് പ്രയാർ ഗോപാലകൃഷ്ണൻ പറഞ്ഞിരുന്നു. കീഴ്വഴക്കം അങ്ങനെയാണ്, അതിനാലാണ് വാഹനം കൊടുത്തതെന്നും അജയ് തറയിൽ പറഞ്ഞു. വാഹനം തന്ത്രിക്ക് അവകാശപ്പെട്ടതാണ് അന്ന് പ്രസിഡന്റ് ഞങ്ങളോട് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സാധനം കൊടുത്തുവിട്ടത്. അതിന് രേഖകളോ മറ്റ് കീഴ്വഴക്കങ്ങളാണ്. അതിനുള്ള നിയമാവലികളെ കുറിച്ചൊന്നും ഞങ്ങൾ ചിന്തിച്ചില്ല. ഇതെല്ലാം കീഴ്വഴക്കങ്ങളും ആചാരങ്ങളുമാണല്ലോ. പ്രസിഡന്റ് പറഞ്ഞ് അത് മറ്റേ വാഹനത്തിന്റെ അവകാശം തന്ത്രിയാണ് കൊടുത്തേക്കാന്ന് പറഞ്ഞു. അത് കൊടുത്തുവിട്ടു. അത്രേ ഉണ്ടായുള്ളൂ. ശബരിമലയിൽ കൊടിമരം ഉണ്ടാക്കിയത് ഇതിനകത്ത് പൂർണ്ണമായ അധികാരവും ഉത്തരവാദിത്വവും ഹൈക്കോടതി അഡ്വക്കേറ്റ് കമ്മീഷണർ ASP കുറിപ്പിലായിരുന്നു. അദ്ദേഹമാണ് അതെല്ലാം ചെയ്തത്. അപ്പോൾ എല്ലാ കണക്കുകളും കാര്യങ്ങളും എല്ലാം ഹൈക്കോടതി സമർപ്പിച്ചു. ഹൈക്കോടതി അത് അംഗീകാരം നൽകിയിട്ടുള്ളതാണ്. ഈ വാഹനം തന്ത്രിയുടെ കയ്യിലുണ്ടെന്ന് തന്ത്രി 3 മാസം മുമ്പേ തന്ത്രി പറഞ്ഞിട്ടുള്ളതാണ്. ദേവസ്വം ബോർഡ് വേണമെങ്കിൽ ദേവസ്വം ബോർഡ് ഏൽപ്പിക്കാന്ന് പുള്ളി പറഞ്ഞിട്ടുള്ള കാര്യം. ക്രമക്കേട് അന്വേഷിക്കണമല്ലോ. ക്രമക്കേടെല്ലാം അന്വേഷിക്കണമല്ലോ. സ്വാഭാവികമായിട്ട് എന്തെങ്കിലും അന്വേഷിച്ചോട്ടെ. എന്താ ക്രമക്കേടെന്ന് നമ്മള് ഇതിനകത്ത് ക്രമക്കേടുണ്ടെങ്കിൽ അന്വേഷിക്കാതിരിക്കണം എന്ന് പറയാൻ പറ്റത്തില്ല. ക്രമക്കേട് അന്വേഷിക്കണം തീർച്ചയായിട്ടും. സിജോ വി ജോണുണ്ട് വിവരങ്ങൾ നൽകാനായി. സിജോ, വാഹനം തന്ത്രിക്ക് അവകാശപ്പെട്ടതാണ് എന്നാണ് അജയ് തറയിൽ പറയുന്നത്. പക്ഷേ അത് താന്ത്രികപരമായി അങ്ങനെ അവകാശപ്പെട്ടതാണോ വാഹനം? വാഹനത്തിന്റെ ഒരു പുനഃപ്രതിഷ്ഠ നടത്തി കഴിഞ്ഞാൽ പഴയത് നശിപ്പിച്ച് കളയണം എന്ന തലത്തിലുള്ള ചില ഐതിഹ്യങ്ങളൊക്കെ ഇല്ലേ? അപ്പോൾ എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട അജയ് തറയിൽ ശരിക്കും പറയുന്നത്? ഈ തന്ത്രിക്ക് ഈ വാഹനം കൊടുത്തു വിട്ടത് ഒരു കീഴ്വഴക്കത്തിന്റെ ഭാഗമായിട്ടാണ് എന്നുള്ളതാണ് പറയുന്നത്. അതിന് നിർദ്ദേശം നൽകിയിരുന്നെന്ന് പറയുന്നത് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പ്രയാർ ഗോപാലകൃഷ്ണനാണ്. പ്രയാറാണ് ഇവരോട് പറയുന്നത് ഇത്തരത്തിൽ കൊടിമരം മാറ്റുന്ന സമയത്ത്, അത് പുതുക്കി മറ്റൊരു കൊടിമരം പണിയുന്ന സമയത്ത് അതിൻ്റെ വാഹനം എന്ന് പറയുന്നത് തന്ത്രിക്ക് നൽകുകയാണ് പതിവ്. അതുകൊണ്ട് തന്ത്രിക്ക് കൊടുക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. അത് പ്രകാരമാണ് കൊടുക്കുകയും ചെയ്തിട്ടുള്ളത്. ഇതിനേതെങ്കിലും നിയമപരമായ കാര്യങ്ങളുണ്ടോ എന്നുള്ളൊരു കാര്യം പരിശോധിക്കുകയും ചെയ്തിട്ടില്ല. പ്രസിഡന്റ് പറഞ്ഞ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് ചെയ്തതെന്നുള്ള ഒരു വിശദീകരണമാണ് അന്നത്തെ ദേവസ്വം ബോർഡ് മെമ്പറായിരുന്ന അജയ് തറയിൽ ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഈ കൊടിമരം മാറ്റിയതിലുള്ള പുതിയ കൊടിമരം നിർമ്മിച്ചതിലുള്ള ക്രമക്കേട് സംബന്ധിച്ച ആരോപണങ്ങൾക്കും അദ്ദേഹം മറുപടി നൽകുന്നുണ്ട്. ഇതിൽ അന്നത്തെ ദേവസ്വം ബോർഡിനായിരുന്നില്ല പ്രധാനപ്പെട്ട റോൾ എന്ന് പറയുന്നത്. ഇത് ഇത്തരത്തിൽ കൊടിമരം മാറ്റണം, പുതിയ കൊടിമരം വേണമെന്നുള്ളൊരു കാര്യം ദേവസ്വം ബോർഡ് ഹൈക്കോടതിയെ അറിയിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ഹൈക്കോടതി ഒരു കമ്മീഷനെ നിയമിക്കുന്നു. ആ കമ്മീഷനാണ് ഇക്കാര്യത്തിലുള്ള നടപടികൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇതിന്റെ കണക്കുകൾ മറ്റു കാര്യങ്ങളെല്ലാം കമ്മീഷനാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് മറ്റേതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾക്ക് യാതൊരു സാധ്യതയും ഉണ്ടായിരുന്നില്ല. അത്തരത്തിൽ കോടതി ഒരു മോണിറ്ററിംഗിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ കൊടിമരം പുതിയതായി പണിയുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ നിലവിൽ പറയുന്ന കാര്യങ്ങളൊന്നും യാതൊരു തരത്തിലുള്ള അടിസ്ഥാനവുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ക്രമക്കേടെന്ന് പലരും പറയുന്നു. അത് എന്താണ് ആ ക്രമക്കേട് എന്നുള്ള കാര്യം ആരും പറയുന്നില്ല. ഏത് തരത്തിലാണ് ക്രമക്കേട് നടന്നിട്ടുള്ള കാര്യം പറയുകയും ചെയ്യുന്നില്ല എന്നുള്ളൊരു കാര്യം അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്ത് അന്വേഷണം വേണമെങ്കിൽ വരട്ടെ, ആ അന്വേഷണത്തിനെ പൂർണ്ണമായും സ്വാഗതം ചെയ്യുന്നുള്ള ഒരു നിലപാടാണ് അന്നത്തെ ദേവസ്വം ബോർഡ് അംഗം കൂടിയായിട്ടുള്ള അജയ് തറയിൽ വ്യക്തമാക്കുന്നത്.